ഇമ്മ്യൂണോളജി എന്ന പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗമായ റീകോമ്പിനൻറ്റ് മൈക്രോബിയൽ വാക്സിൻസ് എന്ന പാഠഭാഗമാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. എന്താണ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി? ഈ ടെക്നോളജി ഉപയോഗിച്ച് വാക്സിനുകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അത് ആൻറ്റിബോഡികൾ ഉണ്ടാക്കത്തക്ക വിധത്തിൽ ജീവജാലങ്ങളിൽ എങ്ങനെയാണ് കടത്തിവിടുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. റീകോമ്പിനൻറ്റ് മൈക്രോബിയൽ വാക്സിൻസ് എന്താണെന്ന് നോക്കാം. എ റീകോമ്പിനൻറ്റ് വാക്സിൻ ഈസ് എ വാക്സിൻ പ്രൊഡ്യൂസ്ഡ് ത്രൂ റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി. റീകോമ്പിനൻറ്റ് DNA ടെക്നോളജി എന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് DNA കമ്പൈൻ ചെയ്ത് അല്ലെങ്കിൽ DNA മറ്റൊരു ജീവിയുടെ DNAയുമായി കൂട്ടിക്കലർത്തി ഉണ്ടാക്കിയെടുക്കുന്ന വാക്സിനുകളെയാണ് റീകോമ്പിനൻറ്റ് മൈക്രോബിയൽ വാക്സിനുകൾ എന്ന് പറയുന്നത്. ദിസ് ഇൻവോൾവ്സ് ഇൻസർട്ടിംഗ് ദ DNA encoding an antigen such as bacterial surface protein that stimulates an immune response into bacterial or mammalian cells, expressing the antigen in these cells and then purifying it from them. DNA റീകോമ്പിനൻറ്റ് ടെക്നോളജിയിൽ വൈറസിൻ്റെ, ബാക്ടീരിയയുടെ അല്ലെങ്കിൽ രോഗാണുവിൻ്റെ രോഗം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രൊട്ടക്റ്റീവ് കവറിങ്ങിനെ നിർണ്ണയിക്കുന്ന DNA മാത്രം ഇത്തരം രോഗാണുക്കളിൽ നിന്നും വേർതിരിച്ചെടുക്കുകയും അത് ബാക്ടീരിയയിലോ മമേലിയൻ സെൽസിലോ അത്തരം DNAകളെ എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ DNA എക്സ്പ്രഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് DNAയിൽ നിന്നും mRNA ഉണ്ടാവുകയും mRNA പ്രോട്ടീനായി മാറുകയും ചെയ്യുന്നതിനെയാണ് DNA എക്സ്പ്രഷൻ എന്ന് പറയുക. അതായത് ബാക്ടീരിയയുടെയോ വൈറസിൻ്റെയോ രോഗാണുകാരകളായ ബാക്ടീരിയയുടെയോ വൈറസിൻ്റെയോ DNA വേർതിരിച്ചെടുത്തതിന് ശേഷം ആ DNA പ്രോട്ടീൻ നിർമ്മാണത്തിനായി ഉപയോഗിക്കുകയും അത്തരം പ്രോട്ടീനുകൾ വൈറസിൻ്റെ, ബാക്ടീരിയയുടെ പ്രോട്ടീനുകളായി ഉണ്ടാക്കപ്പെടുകയും അത്തരം പ്രോട്ടീനുകൾക്കെതിരെ ജീവജാലങ്ങളിൽ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയിൽ ഉപയോഗിക്കുന്ന മാർഗം എന്ന് പറയുന്നത്. The genes encoding immunogenic proteins can be cloned and expressed in bacterial, yeast or mammalian cells using recombinant DNA technology. അതായത് the genes encoding immunogenic proteins എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമ്മ്യൂണോജനിക് പ്രോട്ടീൻസ്, ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന പ്രോട്ടീനുകൾ, ബാക്ടീരിയയുടെയും വൈറസിൻ്റെയും രോഗാണുക്കളായ ഇത്തരം ജീവികളുടെ DNA അവയിൽ നിന്ന് വേർതിരിച്ചെടുത്ത് ഈസ്റ്റിലോ മമേലിയൻ സെൽസിലോ കടത്തിവിടുകയും അത്തരം സെല്ലിൽ ഇത്തരം DNAകൾ എക്സ്പ്രസ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ DNAയിൽ നിന്നും പ്രോട്ടീൻ ഉണ്ടാക്കപ്പെടുകയും അത്തരം പ്രോട്ടീനുകളെ വേർതിരിച്ചെടുത്ത് മരുന്നുകളായി ഉപയോഗിക്കുകയും ചെയ്യുന്നു എന്നതാണ് റീകോമ്പിനൻറ്റ് DNA ടെക്നോളജിയിൽ സംഭവിക്കുന്നത്. ദ എക്സ്പ്രസ്ഡ് ജീൻസ് ആർ യൂസ്ഡ് ഫോർ വാക്സിൻ ഡെവലപ്മെൻറ്റ്. ഇങ്ങനെ എക്സ്പ്രസ്ഡ് ജീൻസ്, DNAയിൽ അടങ്ങിയിരിക്കുന്ന രോഗാണുകാരിയായ ജീനുകൾ വാക്സിൻ നിർമ്മാണത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ദ ഫസ്റ്റ് റീകോമ്പിനൻറ്റ് ആൻറ്റിജൻ വാക്സിൻ അപ്രൂവ്ഡ് ഈസ് ഹെപ്പറ്റൈറ്റിസ് B വാക്സിൻ. ഇങ്ങനെ ലോകത്ത് ആദ്യമായി അംഗീകരിക്കപ്പെട്ട DNA വാക്സിൻ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് B വാക്സിനാണ്. അതായത് ഹെപ്പറ്റൈറ്റിസ് B വൈറസിനെതിരെ ഉൽപ്പാദിപ്പിക്കപ്പെട്ട വാക്സിൻ. ദ വാക്സിൻ വാസ് ഡെവലപ്ഡ് ബൈ cloning the gene for the major surface antigen of hepatitis B virus HBsAg and expressing it in yeast cells. അതായത്
ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൻ്റെ സർഫസ് പ്രോട്ടീനായ HBS ആൻറ്റിജൻ ഈസ്റ്റ് സെല്ലിൽ ഉൽപ്പാദിപ്പിച്ചെടുത്തതിന് ശേഷം അതിനെ വേർതിരിച്ചെടുത്ത് മരുന്നായി അല്ലെങ്കിൽ വാക്സിനായി ഉപയോഗിക്കുകയാണ് ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ എന്ന വാക്സിൻ ചെയ്യുന്നത്. ദ റീകോംബിനന്റ് ഈസ്റ്റ് സെൽസ് ആർ ഗ്രോൺ ഇൻ ലാർജ് ഫെർമെൻറ്റേഴ്സ് ആൻഡ് ഹൈ HBS ആൻറ്റിജൻസ് അക്യുമുലേറ്റ് ഇൻ സെൽസ്. അതായത് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസിൻ്റെ DNA വേർതിരിച്ചെടുത്ത് ഈസ്റ്റ് സെല്ലിൽ കടത്തിവിട്ട് വൈറസിൻ്റെ പ്രോട്ടീൻ അതായത് ആൻറ്റിജനെ ഉൽപ്പാദിപ്പിച്ചെടുത്തു. ആ ആൻറ്റിജനെ പിന്നീട് എന്താക്കി മാറ്റുന്നു? മരുന്നാക്കി മാറ്റുന്നു. ഇങ്ങനെ ലാർജ് ക്വാണ്ടിറ്റിയിൽ ഈസ്റ്റ് സെല്ലിൽ ഇത്തരം DNA വാക്സിനുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ബൈ കൺവെൻഷണൽ ടെക്നിക്സ് ഇത് HBAGR പ്യൂരിഫൈഡ് മെയ്ഡ് ആസ് വാക്സിൻ. ഇങ്ങനെ ഈസ്റ്റ് സെല്ലിൽ വൈറസിൻ്റെ പ്രോട്ടീനുകൾ മാത്രം ഉൽപ്പാദിപ്പിച്ചെടുത്ത് വാക്സിനുകളായി പ്യൂരിഫൈ ചെയ്ത്, അതായത് വാക്സിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഉൽപ്പാദിപ്പിച്ച് പ്യൂരിഫൈ ചെയ്ത് വാക്സിനാക്കി മാറ്റുന്നു. ദിസ് വാക്സിൻ ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ആൻറ്റിബോഡീസ് ഇൻ മാൻ. ഇങ്ങനെ ഈസ്റ്റ് സെല്ലിൽ വൈറസിൻ്റെ പ്രോട്ടീനുകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയും അത്തരം പ്രോട്ടീനുകളെ, അതായത് സർഫസ് പ്രോട്ടീനുകളാണ്, അതായത് വൈറസിൻ്റെ പുറത്തുള്ള പ്രോട്ടീൻ, ഇത് വൈറസിനെ പോലെ മിമിക് ചെയ്യും. അതായത് വൈറസിനെ പോലെയാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഇത്തരം പ്രോട്ടീനുകൾ കടന്നു വരുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വൈറസിനെ പോലെയാണ് ഈ പ്രോട്ടീനെ കണക്കാക്കുന്നത്. ദിസ് വാക്സിൻ ഈസ് യൂസ്ഡ് ഫോർ പ്രൊഡ്യൂസിങ് ആൻറ്റിബോഡീസ് ഇൻ മാൻ. ഇങ്ങനെ ഈസ്റ്റ് സെല്ലിൽ ഉൽപ്പാദിപ്പിച്ച വൈറസിൻ്റെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുമ്പോൾ അത് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ശരീരം അതിൻ്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇനി നമുക്ക് നോക്കാം DNA വാക്സിൻ അല്ലെങ്കിൽ ജനറ്റിക് ഇമ്മ്യൂണൈസേഷൻ. എ വാക്സിൻ കണ്ടെയ്ൻ DNA പ്രിപ്പറേഷൻ ഈസ് കോൾഡ് DNA വാക്സിൻ. DNA സഹായത്താൽ ഉൽപ്പാദിപ്പിക്കുന്ന മരുന്നുകളെയാണ് DNA വാക്സിനുകൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് റീകോംബിനന്റ് DNA വാക്സിൻ. ഇതിനെ റീകോംബിനന്റ് DNA വാക്സിൻ എന്നും പറയാറുണ്ട്. മോസ്റ്റ് ഓഫ് വാക്സിൻസ് ആർ പ്രിപ്പയർഡ് ഫ്രം റീകോംബിനന്റ് DNAs. മിക്കവാറും ജനറ്റിക് ഇമ്മ്യൂണൈസേഷനിൽ ഉപയോഗിക്കുന്ന വാക്സിനുകളെല്ലാം തന്നെ DNA കോമ്പിനേഷൻ, അതായത് DNA അടങ്ങിയ വാക്സിൻ ആയിരിക്കും. വെൻ DNA ഓഫ് എ പത്തോജൻ ഈസ് ഇൻജെക്റ്റഡ് ഇൻ ടു എ ഹോസ്റ്റ്, ഇറ്റ് എക്സ്പ്രസ് ബൈ റിലീസിങ് ദ പ്രോട്ടീൻ ഓഫ് ദ പത്തോജൻ. അതായത് ഒരു വൈറസിൻ്റെയോ ബാക്ടീരിയയുടെയോ അല്ലെങ്കിൽ ഒരു രോഗാണുവിൻ്റെ DNA മാത്രം വേർതിരിച്ചെടുത്ത് ഈസ്റ്റ് പോലെയുള്ള ഒരു ജീവിയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കുമ്പോൾ ആ ശരീരത്തിൽ കിടക്കുന്ന DNA, അതായത് രോഗാണുവിൻ്റെ DNA എക്സ്പ്രസ് ചെയ്യുന്നു, അതായത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു. ദ പ്രോട്ടീൻ ഇൻഡ്യൂസ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഇൻ ദ ഹോസ്റ്റ്. ഇങ്ങനെ രോഗാണുവിനെ ശരീരത്തിൽ കടത്തിവിട്ട് ഇമ്മ്യൂണൈസേഷൻ ഉണ്ടാക്കുന്നതിന് പകരം രോഗാണുവിൻ്റെ DNA മാത്രം വേർതിരിച്ചെടുത്ത് ശരീരത്തിലേക്ക് കടത്തിവിടുകയും DNA രോഗാണുവിൽ ഉണ്ടാക്കപ്പെടുന്ന പ്രോട്ടീൻ നിർമ്മിക്കുകയും ഈ പ്രോട്ടീൻ ഇമ്മ്യൂണൈസേഷൻ എന്ന അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നതിന് സഹായിക്കുകയും ചെയ്യുന്നു എന്നതാണ് DNA വാക്സിൻ്റെ പ്രത്യേകത. DNA വാക്സിൻ ഈസ് കൺസ്ട്രക്റ്റഡ് ബൈ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് DNA വാക്സിൻ നിർമ്മാണം നടത്തുന്നത്. ഇവിടെ ബാക്ടീരിയയിൽ നോക്കുക. ബാക്ടീരിയയിലെ പ്ലാസ്മിഡുകൾ ആദ്യം വേർതിരിച്ചെടുക്കുന്നു. പ്ലാസ്മിഡ്സ് ആർ ഐസൊലേറ്റഡ് ഫ്രം ബാക്ടീരിയ. DNA ഓഫ് പത്തോജൻ ആർ ഇൻസേർട്ടഡ് ഇൻ ടു ദ പ്ലാസ്മിഡ്. ഇങ്ങനെ പ്ലാസ്മിഡിൻ്റെ ഒരു പ്രത്യേക ഭാഗം മുറിച്ചു മാറ്റിയതിനു ശേഷം അവിടേക്ക് പത്തോജൻ്റെ DNA ഇൻസേർട്ട് ചെയ്യുന്നു. ദ റീകോംബിനന്റ് പ്ലാസ്മിഡ് ഈസ് ഇൻട്രൊഡ്യൂസ് അഗെയിൻ ഇൻ ടു ദ ബാക്ടീരിയ. ഇങ്ങനെ ബാക്ടീരിയയുടെ പ്ലാസ്മിഡും പത്തോജൻ്റെ DNA കൂടെ ചേർന്നുള്ള സംവിധാനത്തെ, അല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്ന രൂപത്തെ വീണ്ടും ബാക്ടീരിയയിലേക്ക് കടത്തിവിടുന്നു. ബാക്ടീരിയ സ്വാഭാവികമായിട്ടും ഈ പ്ലാസ്മിഡ് അല്ലെങ്കിൽ ബാക്ടീരിയയുടെ
വിഭജനം നടക്കുമ്പോൾ ഈ പ്ലാസ്മിഡിൻ്റെയും വിഭജനം നടക്കുകയും ഇങ്ങനെ ഈ പർട്ടിക്കുലർ ജീൻ മാത്രം അല്ലെങ്കിൽ DNA ഭാഗം മാത്രം എക്സ്പ്രസ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ടിൽ ഉണ്ടാക്കപ്പെടുകയും ചെയ്യുന്നു. ദ ബാക്ടീരിയ ആർ കൾച്ചർ ഇൻ ടു പ്രൊഡ്യൂസ് മൾട്ടിപ്പിൾ കോപ്പീസ്. ദ റീകോംബിനന്റ് പ്ലാസ്മിഡ്സ് ആർ ഐസൊലേറ്റഡ്, പ്യൂരിഫൈഡ്, മെയ്ഡ് ഇൻ ടു DNA വാക്സിൻ. ഇങ്ങനെ ഒരു പത്തോജന്റെ ഒരു DNA ഒരു ഭാഗം മാത്രം വേർതിരിച്ചെടുത്ത് പ്ലാസ്മിഡിൽ കടത്തി വെച്ച് പ്ലാസ്മിഡിനെ പിന്നീട് ബാക്ടീരിയയിലേക്ക് ഇൻസേർട്ട് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള അളവിൽ പ്ലാസ്മിഡിൽ നിന്നും DNA മാത്രം വേർതിരിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ഹ്യൂജ് എമൗണ്ടിൽ ബാക്ടീരിയയുടെ കൾച്ചർ വഴി വളരെ വേഗത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ആവശ്യമുള്ള DNA കോപ്പികൾ ഇങ്ങനെ നമുക്ക് വേർതിരിച്ചെടുക്കാൻ സാധിക്കും. ദ DNA വാക്സിൻ ഈസ് ഇൻജെക്റ്റഡ് ഇൻ ദ ഹോസ്റ്റ്. ഇങ്ങനെ തയ്യാറാക്കുന്ന DNA വാക്സിൻ, അതായത് DNAകളെ ഹോസ്റ്റിലേക്ക് ഇൻജെക്ട് ചെയ്യുന്നത്, അതായത് ഏത് ജീവിയിലാണോ, അഥവാ ഈസ്റ്റിലാണോ അല്ലെങ്കിൽ മമ്മേലിയൻ സെൽസ്, മനുഷ്യൻ ഉൾപ്പെടെയുള്ള ജീവജാലങ്ങളിൽ ഇത്തരം DNA വാക്സിൻ, അതായത് DNA കുത്തിവയ്ക്കുന്നു. ഇറ്റ് എൻ്റർ ഇൻ ടു ദ ഹോസ്റ്റ് സെൽ, അത് ജീവിയുടെ ശരീരത്തിനകത്തേക്ക് കിടക്കുന്നു. ദ DNA ഓഫ് പത്തോജൻ പ്രൊഡ്യൂസ് mRNA ആൻഡ് mRNA പ്രൊഡ്യൂസ് പത്തോജൻ പ്രോട്ടീൻ. ഇങ്ങനെ രോഗാണുവിൻ്റെ DNA കുത്തിവയ്ക്കപ്പെടുമ്പോൾ അത് ജീവിയുടെ ശരീരത്തിനകത്തേക്ക് കടക്കുകയും അത് mRNA, മെസ്സഞ്ചർ RNA എന്ന രൂപത്തിൽ എക്സ്പ്രസ് ചെയ്യപ്പെടുന്നു. മെസ്സഞ്ചർ RNA പിന്നീട് പ്രോട്ടീൻ നിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ കോശങ്ങളിൽ ഇങ്ങനെ ഈ പത്തോജന്റെ mRNA നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീൻ സ്വാഭാവികമായിട്ടും പത്തോജന്റെ പ്രോട്ടീനായിരിക്കും. ഈ പ്രോട്ടീനെ ശരീരം എന്തായിട്ട് കാണും? ആ ജീവിയുടെ ശരീരം അതിനെ ഒരു ആൻറ്റിജനായിട്ട് കണക്കാക്കുകയും ആൻറ്റിജനെതിരെ ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുക അല്ലെങ്കിൽ പ്രതികരിക്കുന്നതിനുള്ള ഇമ്മ്യൂൺ സിസ്റ്റം ഡെവലപ്പ് ചെയ്തെടുക്കുകയും ചെയ്യും. ദ പത്തോജൻ പ്രോട്ടീൻ ഈസ് പ്രോസസ്ഡ് ഇൻ ദ ഹോസ്റ്റ് സെൽ ആൻഡ് ഡീഗ്രേഡഡ് ഇൻ ടു പെപ്റ്റൈഡ് ഫ്രാഗ്മെന്റ്സ് ബൈ പ്രോട്ടിയേസ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പ്രോട്ടീനുകൾ, പത്തോജൻ പ്രോട്ടീനുകൾ കോശങ്ങളിൽ പ്രോസസ്സ് ചെയ്യുന്നു, അതിനെ പരുവപ്പെടുത്തിയെടുക്കുന്നു, അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെ എതിരെ പ്രവർത്തിക്കുന്നു. അതായത് പ്രോട്ടിയേസ് എന്ന എൻസൈമുകൾ ഇത്തരം പ്രോട്ടീനുകൾക്കെതിരെ പ്രവർത്തിക്കുകയും അത് പെപ്റ്റൈഡ് ഫ്രാഗ്മെന്റുകളായിട്ട് മാറുകയും ചെയ്യുന്നു. ദ പെപ്റ്റൈഡ് ഫ്രാഗ്മെന്റ്സ് ബൈൻഡ്സ് ടു ദ ക്ലാസ് 1 MHC മോളിക്യൂൾ ആൻഡ് ദ കോംപ്ലക്സ് ഈസ് ഡിപ്പോസിറ്റഡ് ഓൺ ദ സെൽ സർഫസ്. ഇങ്ങനെ കോശത്തിനുള്ളിൽ രൂപപ്പെടുന്ന പെപ്റ്റൈഡ് ഫ്രാഗ്മെന്റ്സ്, അതായത് പത്തോജന്റെ പ്രോട്ടീൻ വേർതിരിഞ്ഞ് അല്ലെങ്കിൽ വിഘടിച്ചുണ്ടാകുന്ന ഫ്രാഗ്മെന്റുകൾ ക്ലാസ് 1 MHC മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യുകയും അത് അതിൻ്റെ സർഫസിൽ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ ദ T cells ആർ സ്റ്റിമുലേറ്റഡ്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ ഒരു പത്തോജന്റെ പ്രോട്ടീൻ ക്ലാസ് 1 MHC മോളിക്യൂൾ കോശത്തിൻ്റെ പുറത്തേക്ക് കാണിച്ചു കൊടുക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് എത്തിക്കുമ്പോൾ ഇതിനെ T സെല്ലുകൾ, അതായത് T കില്ലർ സെല്ലുകൾ കണ്ടെത്തുകയും സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിച്ച് ഉള്ള ഇമ്മ്യൂൺ സിസ്റ്റവും അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസും കോശങ്ങളുടെ രൂപത്തിലല്ലെങ്കിൽ T സെല്ലിൻ്റെ രൂപത്തിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസുമാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. അപ്പോൾ ഇവിടെ T സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കുന്നതിന് ഇത്തരം DNA വാക്സിൻ സഹായിക്കും. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ്, നമുക്കിങ്ങനെ DNA വാക്സിൻ ഉപയോഗിക്കുന്നതിനുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രയോജനം നോക്കാം. ദ പ്രോട്ടീൻ എക്സ്പ്രസ്ഡ് ബൈ DNA വാക്സിൻ ഈസ് എക്സാക്ട്ലി സിമിലർ ടു ദാറ്റ് ഓഫ് ദ പത്തോജൻ. അതായത് രോഗാണുവിൻ്റെ DNA തന്നെയാണ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെ രോഗാണുവിൻ്റെ സർഫസിൽ അല്ലെങ്കിൽ രോഗാണു ഏത് തരത്തിലുള്ള വിഷമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അതേ പ്രോട്ടീൻ തന്നെയായിരിക്കും DNA വാക്സിൻ മൂലം ഒരു ജീവിയുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുക. അതുപോലെ പ്ലാസ്മിഡ് വെക്ടർ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ക്വിക്ലി. ഇനി ബാക്ടീരിയൽ പ്ലാസ്മിഡിന്റെ സഹായത്താലാണ് DNA വാക്സിൻ അല്ലെങ്കിൽ DNAയുടെ എണ്ണം അല്ലെങ്കിൽ DNA വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ വളരെ വേഗത്തിൽ ബാക്ടീരിയ കൾച്ചർ ചെയ്തുകൊണ്ട് നമുക്ക് DNA വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. മൂന്നാമത്തെ നോക്കാം. DNAs ഓഫ് മെനി പത്തോജൻസ് ക്യാൻ ബി ഇൻജെക്റ്റഡ് ബൈ എ സിംഗിൾ ഡോസ്. ഇങ്ങനെ ഒന്നിലധികം രോഗാണുക്കളുടെ DNA ഒറ്റ ഡോസായിട്ട് കാരണം
DNA നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ ഹ്യൂജ് എമൗണ്ടിലുള്ള DNA വാക്സിൻ ഉൽപ്പാദിപ്പിക്കാനും ഒന്നിലധികം DNA വാക്സിനുകൾ ഒരുമിച്ച് കുത്തിവെക്കാനും സാധിക്കും. നാലാമത്തത് ലാർജ് സാമ്പിൾ പ്രൊഡ്യൂസ്ഡ് അറ്റ് ലോ കോസ്റ്റ്. ബാക്ടീരിയ കൾച്ചർ പോലെയുള്ള അല്ലെങ്കിൽ ഈസ്റ്റ് കൾച്ചർ പോലെയുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ DNA വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ലോ കോസ്റ്റ്, വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് DNA വാക്സിൻ ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. ടെമ്പറേച്ചർ സ്റ്റേബിൾ വാക്സിൻ. ഇത്തരം വാക്സിനുകൾക്കുള്ള മറ്റൊരു പ്രത്യേകത, വളരെ കുറഞ്ഞ ടെമ്പറേച്ചറിലോ ഉയർന്ന ടെമ്പറേച്ചറിലോ ഒന്നും വെക്കേണ്ടുന്ന ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ സ്റ്റേബിൾ ആയിട്ടുള്ള വാക്സിനാണ്. ഈസി സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ട്. വളരെ ഈസി ആയിട്ട് സ്റ്റോറേജ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും എളുപ്പമാണ്. ആൻറ്റിജൻ ഈസ് ഓപ്പറേറ്റഡ് ബൈ ബോത്ത് ക്ലാസ് 1 ആൻഡ് ക്ലാസ് 2 MHC മോളിക്യൂൾ. ഇത് ക്ലാസ് 1, ക്ലാസ് 2 MHC മോളിക്യൂളുമായിട്ട് പ്രതിപ്രവർത്തിച്ച് ആൻറ്റിജനായിട്ട് മാറുകയും അതിനെതിരെ ആൻറ്റിബോഡികളും സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസും ശരീരത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും. ലോങ് ടേം പെർസിസ്റ്റൻസ് ഇൻ ദ ഹോസ്റ്റ്. ഇത് ഒരു ദീർഘനാളത്തേക്ക് ഹോസ്റ്റിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് നിലനിർത്താൻ സഹായിക്കുന്നു. നോ നീഡ് ഫോർ ബൂസ്റ്റർ ഡോസ്. അതായത് പോളിയോ വാക്സിൻ പോലെ നമുക്ക് ബൂസ്റ്റർ ഡോസിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ തന്നെ ഇതൊരു ലോങ് ടേം ഇമ്മ്യൂണിറ്റി നൽകുന്ന തരത്തിലുള്ള വാക്സിനുകളാണ് DNA വാക്സിനുകൾ എന്ന് പറയുന്നത്. അതിന് ചില ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത്തത്, DNA വാക്സിൻ പ്രൊഡ്യൂസ് പ്രോട്ടീൻ ആൻറ്റിജൻസ് ഓൺലി. അതായത് ഒരു മൈക്രോബിൻ്റെ സർഫസ് പ്രോട്ടീൻ അല്ലെങ്കിൽ ആ രോഗാണു ഉണ്ടാക്കുന്ന വിഷമാകാം അല്ലെങ്കിൽ അതിൻ്റെ പദാർത്ഥമാകാം, അത്തരം പ്രോട്ടീൻ മോളിക്യൂളിനെ മാത്രമേ DNA വാക്സിൻ ഉൽപ്പാദിപ്പിക്കത്തുള്ളൂ. അതായത് ജീവിയുടെ അതായത് ഒരു മൈക്രോബിൻ്റെ, ബാക്ടീരിയയുടെ, വൈറസിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപമല്ല അവിടെ ആൻറ്റിബോഡി ഉൽപ്പാദനത്തിന് ഇടയാക്കുന്നത്. ആൻറ്റിജൻ്റെ പ്രോട്ടീൻ മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അതിനെതിരെയുള്ള ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുക മാത്രമേ ശരീരത്തിൽ ചെയ്യുകയുള്ളൂ. ബട്ട് സർട്ടൻ പത്തോജൻസ് ഹാസ് പോളിസാക്കറൈഡ് കോട്ട്സ്. ഇനി ചില പത്തോജനുകൾക്ക് പോളിസാക്കറൈഡ് കോട്ടുകളാണ് ഉള്ളത്, അല്ലെങ്കിൽ സർഫസ് പ്രോട്ടീന് പോളിസാക്കറൈഡ് കൊണ്ടായിരിക്കും നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പോളിസാക്കറൈഡുകൾ ഇത്തരം DNA വാക്സിൻ മൂലം ഉൽപ്പാദിപ്പിച്ചെടുക്കുക സാധ്യമല്ല. DNA വാക്സിൻ കാനോട്ട് എലിസിറ്റ് ഇമ്മ്യൂൺ റെസ്പോൺസ് ഓൺ പോളിസാക്കറൈഡ്സ്. അതായത് DNA വാക്സിൻ ഉപയോഗിച്ച് പോളിസാക്കറൈഡുകൾക്കെതിരെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കിയെടുക്കാൻ സാധ്യമല്ല എന്നുള്ളത്. അതായത് ഇവിടെ പോളിസാക്കറൈഡ് എന്താണെന്ന് നോക്കുക. എ പോളിസാക്കറൈഡ് ഈസ് എ ലാർജ് മോളിക്യൂൾ മെയ്ഡ് ഓഫ് മെനി സ്മാളർ മോണോസാക്കറൈഡ്സ് സച്ച് ആസ് സിമ്പിൾ ഷുഗേഴ്സ് ലൈക്ക് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് പോലെയുള്ള ഷുഗർ മോളിക്യൂൾ കൊണ്ടാണ്, മോണോസാക്കറൈഡ് കൊണ്ടാണ് പോളിസാക്കറൈഡുകൾ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം അത്തരം പോളിസാക്കറൈഡ് ഉള്ള കോട്ട് ഉള്ള മൈക്രോബുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രോട്ടീൻ അല്ല. അപ്പം പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള പ്രവർത്തനം മാത്രമേ DNA വാക്സിൻ മൂലം നടക്കുന്നുള്ളൂ. അപ്പം ഗ്ലൂക്കോസ് പോലെയുള്ള മോണോസാക്കറൈഡ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന സർഫസ് ഉള്ള രോഗാണുക്കളെ സംബന്ധിച്ചിടത്തോളം അത്തരം രോഗാണുക്കളുടെക്കെതിരെയുള്ള ഒരു പ്രതിരോധ സംവിധാനം DNA വാക്സിൻ വഴി ഉണ്ടാക്കുവാൻ സാധ്യമല്ല. സോ പോസിബിലിറ്റി ഫോർ ആൻറ്റിബോഡി പ്രൊഡക്ഷൻ എഗനിസ്റ്റ് DNA. ഇൻ സച്ച് കേസസ് ദ DNA is destroyed the host. ഇവിടെ DNA വാക്സിൻ അല്ലെങ്കിൽ റീകോംബിനന്റ് വാക്സിനിൽ സംഭവിക്കുന്നത് ഒരു പത്തോജൻ്റെ അല്ലെങ്കിൽ ഒരു രോഗാണുവിൻ്റെ DNA ഡയറക്റ്റായിട്ടാണ് നമ്മുടെ ശരീരത്തിലേക്ക് എന്ത് ചെയ്യുക, കടത്തിവിടുക. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുമ്പോൾ പത്തോജൻ്റെ DNA ആൻറ്റിജനായിട്ട് കണക്കാക്കുകയും ആ DNA തന്നെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് അല്ലെങ്കിൽ ആൻറ്റിബോഡി ഉപയോഗിച്ചോ സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഉപയോഗിച്ചോ നശിപ്പിച്ച് കളയാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ DNA നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? പ്രോട്ടീൻ നിർമ്മാണത്തിനാണ്. പത്തോജൻ്റെ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് മുൻപ് തന്നെ DNA തന്നെ ആൻറ്റിജനായിട്ട് കണക്കാക്കി അത് നശിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. പോസിബിലിറ്റി ടു ടോളറൻസ് ടു ആൻറ്റിബോഡി. ഇനി പോസിബിലിറ്റി ഉണ്ട് ആൻറ്റിബോഡിക്ക് എതിരെ ടോളറൻസ് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആൻറ്റിബോഡിക്ക് എതിരെ എന്ന് പറയുമ്പോൾ ആൻറ്റിജനെതിരെ ഉൽപ്പാദിപ്പിക്കുന്ന പദാർത്ഥങ്ങളാണ് ആൻറ്റിബോഡികൾ. അപ്പോൾ ഇങ്ങനെ
ആൻറ്റിബോഡികൾക്ക് എതിരെ ടോളറൻസ് ഉണ്ടാക്കിയെടുക്കാനുള്ള കഴിവ് പലപ്പോഴും DNA വാക്സിനുകൾക്കുണ്ട്. അതായത് DNA എക്സ്പ്രസ് ചെയ്ത് ശരീരത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ അത് ആൻറ്റിബോഡികളെ പ്രതിരോധിച്ചുകൊണ്ട് ശരീരത്തിൽ തന്നെ നിലനിൽക്കുകയും ടോക്സിക് കണ്ടീഷൻ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ടോളറൻസ് ടു ആൻറ്റിബോഡി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. റിസ്ക് ഓഫ് അഫക്റ്റിംഗ് ജീൻ കൺട്രോളിംഗ് ഗ്രോത്ത്. നമ്മുടെ ശരീരത്തിനകത്തേക്കാണ്, അല്ലെങ്കിൽ ഒരു ജീവിയുടെ ശരീരത്തിനകത്തേക്കാണ് ഇത്തരം രോഗാണുക്കളുടെ DNA കുത്തിവയ്ക്കപ്പെടുന്നത് എന്നതുകൊണ്ട് ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന DNAകൾ അല്ലെങ്കിൽ അതിനകത്തുള്ള ജീനുകൾ ശരീരത്തിൻ്റെ വളർച്ചയെ അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനുള്ള സാധ്യതകളിലേക്ക് ഇത്തരം വാക്സിനുകൾ എത്തിപ്പെടാം എന്നുള്ള ഡിസഡ്വാൻറ്റേജസും ഇത്തരം DNA വാക്സിനുകൾക്ക് ഉണ്ട്. ഇനി കമ്പൈൻഡ് ഇമ്മ്യൂണൈസേഷൻ എന്താണെന്ന് നോക്കാം. ഫോർ റെഡ്യൂസിങ് ദ കോസ്റ്റ് ആൻഡ് മിനിമൈസിങ് ദ നമ്പർ ഓഫ് ഇൻജെക്ഷൻസ്, more than one immunizing agent may be induced. A single dose of vaccine are called combined immunization. ഒന്നിലധികം തവണ ഇൻജെക്റ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇൻജെക്ഷൻ എടുത്തുകൊണ്ട് രോഗങ്ങൾക്കെതിരെ പ്രതിരോധം എടുക്കുന്നതിന് പകരം ഒന്നിലധികം രോഗങ്ങൾക്കെതിരെ ഉള്ള രോഗപ്രതിരോധ സംവിധാനം ഒറ്റ ഇൻജെക്ഷനിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് കമ്പൈൻഡ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒന്നിലധികം രോഗങ്ങൾക്കെതിരെയുള്ള മരുന്ന് ഒറ്റ ഇഞ്ചക്ഷനിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തിപ്പെടുകയും അങ്ങനെ ഇമ്മ്യൂണൈസേഷൻ അല്ലെങ്കിൽ രോഗപ്രതിരോധം സംവിധാനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നതിനാണ് കമ്പൈൻഡ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഇനി മോണോവാലന്റ്, പോളിവാലന്റ് വാക്സിനുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മോണോ എന്ന വാക്കിൻ്റെ അർത്ഥം സിംഗിൾ എന്നാണ്. പോളി എന്നത് ഒന്നിലധികം എന്നുള്ളത്. Monovalent is designed to immunize against a single antigen or single microorganism. ഏതെങ്കിലും ഒരു രോഗാണുവിനെതിരെയോ ഒരു ആൻറ്റിജനെതിരെയോ ഉള്ള മരുന്നിനെയാണ് മോണോവാലന്റ് വാക്സിൻ എന്ന് പറയുന്നത്. പോളിവാലന്റ് വാക്സിൻ ഈസ് ഡിസൈൻഡ് ടു ഇമ്മ്യൂണൈസ് against 2 or more strains of same microorganism or against 2 or more different microorganisms. രണ്ടിലധികം രോഗാണുക്കൾക്കെതിരെയോ ഒരേ രോഗമുണ്ടാക്കുന്ന ഒന്നിലധികം രോഗാണുക്കൾക്കെതിരെ കുത്തിവയ്ക്കുന്ന മരുന്നുകളെയാണ് പോളിവാലന്റ് വാക്സിൻ എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കാം. ടൈഫോയിഡ് വാക്സിൻ ബൈവാലന്റ് ആണ്. ഓറൽ പോളിയോ വാക്സിൻ DPT എന്നിവ ട്രൈവാലന്റ് വാക്സിനുകളാണ്. അതായത് ഡിഫ്തീരിയ, ടെറ്റനസ്, പെട്രോസിസ് എന്നീ രോഗങ്ങൾക്കെതിരെയുള്ള വാക്സിൻ ട്രൈവാലന്റ് ആണ്. ഹെപ്പറ്റൈറ്റിസ് B ആൻഡ് ഹെപ്പറ്റൈറ്റിസ് HIV അതായത് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ് ടൈപ്പ് B രോഗങ്ങൾ അല്ലെങ്കിൽ അത്തരം വാക്സിനുകൾ പെൻറ്റാവാലന്റ് വാക്സിനുകളാണ്. അപ്പം ഇത് മോണോവാലന്റ്, ബൈവാലന്റ്, പെൻറ്റാവാലന്റ് എന്ന തരത്തിൽ വാക്സിനുകളെ പലതരത്തിലായിട്ട് അതിൻ്റെ കോമ്പിനേഷൻ അനുസരിച്ച് തരംതിരിച്ചിട്ടുണ്ട്. ഇനി സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന കോമൺ വാക്സിനുകൾ. ഒന്ന് BCG, ബാസിലെ കാൽമെറ്റി ഗ്വാറിൻ എന്നാണ് BCG എന്ന വാക്കിൻ്റെ പൂർണ്ണ രൂപം. ഫസ്റ്റ് പ്രിപ്പയർഡ് ബൈ 2 ഫ്രഞ്ച് വർക്കേഴ്സ്, കാൽമെറ്റി ആൻഡ് ഗ്വാറിൻ. കാൽമെറ്റിയും ഗോറിനും ചേർന്നിട്ടാണ് BCG കുത്തിവെപ്പ് ആദ്യമായിട്ട് അല്ലെങ്കിൽ BCG വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ഹിയർ ബാസിലെ ആർ അറ്റുനേറ്റഡ് ബൈ കൾട്ടിവേറ്റിംഗ് ഇൻ ഗ്ലിസറോൾ ബൈൽ പൊട്ടറ്റോ മീഡിയം. ഇവിടെ ബാസിലെ ബാക്ടീരിയകൾ ഗ്ലിസറോൾ ബൈൽ പൊട്ടറ്റോ മീഡിയത്തിലാണ് അതിനെ അറ്റുനേറ്റ് ചെയ്ത്, അതായത് മൃത രൂപത്തിലാക്കി, അതായത് രോഗമുണ്ടാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തി ഗ്ലിസറോൾ ബൈൽ പൊട്ടറ്റോ മീഡിയത്തിലാണ് ഈ വാക്സിൻ തയ്യാറാക്കുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്യൂബർകുലോസിസ് ഇമ്മ്യൂണൈസേഷൻ. TB എന്ന രോഗത്തിനെതിരെയാണ് BCG എന്ന കുത്തിവെപ്പ് നടത്തുന്നത്. ഇത് സാധാരണ വാക്സിനാണ്. അതുപോലെ DPT ട്രിപ്പിൾ വാക്സിനാണ്. എ മിക്സ്ഡ് വാക്സിൻ കണ്ടെയ്നിങ് ഡിഫ്തീരിയ ടോക്സോയിഡ്, ടെറ്റനസ് ടോക്സോയിഡ് ആൻഡ് പെട്രോസിസ് വാക്സിൻ. ഡിഫ്തീരിയയ്ക്കും ടെറ്റനസിനും പെട്രോസിസ് എന്നീ 3 രോഗങ്ങൾക്കെതിരെ ഉള്ള വാക്സിനെയാണ് നമ്മൾ DPT എന്ന് പറയുന്നത്. ദിസ് ഈസ് റുട്ടീൻലി യൂസ്ഡ് ടു പ്രൊഡ്യൂസ്
ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി അഗൈൻസ്റ്റ് ഡിഫ്തീരിയ, ടെറ്റനസ് ആൻഡ് വൂപ്പിംഗ് കഫ് ഇൻ ചിൽഡ്രൻ. കുഞ്ഞായിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടിയായിരിക്കുമ്പോഴാണ് ഇത്തരം വാക്സിനുകൾ നമുക്ക് എടുക്കേണ്ടത്. റുട്ടീനായിട്ട് കുറച്ച് കാലയളവ് നമുക്ക് ഇത്തരം വാക്സിൻ എടുക്കേണ്ടി വരും. ഇങ്ങനെ എടുക്കുന്ന ഈ വാക്സിനുകളുടെ ഒരു ലോങ് ടേം ഇമ്മ്യൂണിറ്റി നമുക്ക് പിന്നീട് ലഭിക്കുകയും ചെയ്യും. ഇറ്റ് ഈസ് ഗീവൺ ഇൻ 3 doses ഓഫ് 0.5 ml ഈച്ച് ഇൻട്രാവീനസ്ലി അറ്റ് ഇൻ്റർവെൽസ് ഓഫ് 4 to 6 weeks. 4 മുതൽ 6 ആഴ്ചയിൽ ഇൻട്രാവീനസ് വെയിനകത്തേക്ക് ആണ് എന്ത് ചെയ്യുക, 0.5 ml വെച്ച് ഈ DPT വാക്സിൻ കുത്തിവെക്കുന്നത്. എ ബൂസ്റ്റർ ഡോസ് ഓഫ് 0.5 ml ഈസ് റെക്കമെൻഡഡ് അറ്റ് ദ ഏജ് ഓഫ് 16 to 24 months. പിന്നീട് 16 മുതൽ 24 മാസമാകുമ്പോഴേക്കും ഒരു ബൂസ്റ്റർ ഡോസ് കൂടി എടുത്ത് ഒരു DPT വാക്സിനേഷൻ പൂർണ്ണമാക്കാറുണ്ട്. ഇനി സാധാരണ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്സിനാണ് പോളിയോ വാക്സിൻ. പോളിയോമൈലൈറ്റിസ് ഈസ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഓഫ് ഗ്രേ മാറ്റർ ഓഫ് ദ സെൻട്രൽ നെർവസ് സിസ്റ്റം കോസിങ് പാരലൈസിസ്. നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെ പ്രധാനമായിട്ടും ഗ്രേ മാറ്റർ, തലച്ചോറിലെ ന്യൂറോണുകളെ ബാധിക്കുന്ന, ന്യൂറോണുകൾ പ്രധാനമായിട്ടും ഗ്രേ മാറ്റർ ബാധിക്കുന്ന ഒരു ഇൻഫെക്ഷ്യസ് ഒരു വൈറൽ ഡിസീസാണ് പോളിയോ എന്ന് പറയുന്നത്. പോളിയോ വാക്സിൻ ഈസ് ആൻ എഫക്റ്റീവ് വാക്സിൻ അഗൈൻസ്റ്റ് പോളിയോമൈലൈറ്റിസ്. 2 vaccines are used in world. First was developed by ജോണസ് സാൽക്ക് in 1952. 1952 ജോണസ് സാൽക്കാണ് ആദ്യത്തെ പോളിയോ വാക്സിൻ നിർമ്മിച്ചത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഇൻജക്റ്റഡ് ഡോസ് ഓഫ് ഇൻആക്ടിവേറ്റഡ് പോളിയോ വൈറസ്. അതായത് ഇൻജക്ഷൻ വഴി പോളിയോ വൈറസിനെതിരെ കുത്തിവയ്പ്പെടുക്കുന്ന വാക്സിനാണ് 1952 ജോണസ് സാൽക്ക് കണ്ടെത്തിയത്. അത് ഇൻജക്ഷൻ രൂപത്തിലാണ്. ഇൻആക്ടിവേറ്റഡ് പോളിയോ വൈറസ് ആണ്. രണ്ടും വൈറസിൻ്റെ ഇൻആക്ടിവേറ്റഡ് രൂപമാണ് ഉപയോഗിക്കുന്നത്. ദ സെക്കൻഡ് ആൻ ഓറൽ വാക്സിൻ ഈസ് ഡെവലപ്ഡ് ബൈ ആൽബർട്ട് സാബിൻ ഇൻ 1957. ജോണസ് സാൽക്ക് കണ്ടുപിടിച്ച അറ്റനേറ്റഡ് വാക്സിൻ ഇഞ്ചക്ഷനായിട്ടാണ് നൽകുന്നതെങ്കിൽ 1957 ആൽബർട്ട് സാബിൻ കണ്ടുപിടിച്ച മരുന്ന് എന്ന് പറയുന്നത് ഓറലായിട്ടാണ്. ഓറലായിട്ടാണ് വളരെ കോമൺ ആയിട്ട് ലോകത്ത് ഇപ്പോൾ പോളിയോ വാക്സിൻ ഉപയോഗിക്കുന്നത്. ഇനി ടാബ് വാക്സിൻ. ടാബ് വാക്സിൻ എന്താണെന്ന് നോക്കാം. ഹീറ്റ് കിൽഡ് ഫീനോൾ പ്രിസർവ്ഡ് ബാക്ടീരിയൽ വാക്സിൻ യൂസ്ഡ് ഇൻ പ്രോഫൈലാക്സിസ് ഓഫ് എൻട്രിക് ഫീവേഴ്സ്. അതായത് ഗ്രൂപ്പ് ഓഫ് ഡിസീസസ് ഇൻക്ലൂഡിങ് ടൈഫോയിഡ് ആൻഡ് പാരാതൈറോയിഡ്. ഹീറ്റ് കിൽഡ് അതായത് ചൂടാക്കിയോ, ഫിനോൾ പ്രിസർവ്ഡ് ബാക്ടീരിയൽ വാക്സിൻ ചൂടാക്കി അറ്റുനേറ്റ് ചെയ്ത അല്ലെങ്കിൽ രോഗാണുവിനെ അറ്റുനേഷൻ നടത്തി, അതായത് രോഗമുണ്ടാക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുത്തി ഫീനോളിൽ പ്രിസർവ് ചെയ്തിരിക്കുന്ന, ഫീനോളിൽ സംരക്ഷിച്ചിരിക്കുന്ന ബാക്ടീരിയൽ വാക്സിനെയാണ് ടാബ് വാക്സിൻ എന്ന് പറയുക. അതായത് ഒരു കൂട്ടം അസുഖങ്ങൾക്കെതിരെയാണ് ഈ ടാബ് വാക്സിൻ ഉപയോഗിക്കുക. ടൈഫോയിഡ്, പാരാതൈറോയിഡ് തുടങ്ങിയ അസുഖങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന വാക്സിനുകളെയാണ് ടാബ് വാക്സിൻ എന്ന് പറയുക. അത് ബാക്ടീരിയൽ വാക്സിനാണ്. അറ്റുനേറ്റഡ് അല്ലെങ്കിൽ ഹീറ്റ് കിൽഡ് ബാക്ടീരിയൽ വാക്സിനാണ്. അത് ഫീനോളിൽ പ്രിസർവ് ചെയ്തായിരിക്കും ഇത്തരം ടാബ് വാക്സിനുകൾ ഉൽപ്പാദിപ്പിക്കുക. ഇത്രയുമാണ് ഇമ്മ്യൂണോളജി എന്ന പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവിധ പാഠഭാഗങ്ങൾ. നമ്മൾ ഇമ്മ്യൂണോളജി എന്ന് പറയുന്ന പാഠഭാഗം പൂർണ്ണമായിട്ടും ഈ ഒരു ചാപ്റ്ററോട് കൂടി കവർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കേണ്ടുന്ന, അറിഞ്ഞിരിക്കേണ്ടുന്ന ഒരുപാട് വസ്തുതകൾ ഇമ്മ്യൂണോളജി എന്ന പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ, ഈ ക്ലാസ്സിലുള്ള സംശയങ്ങൾ നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചോദിച്ച് സംശയങ്ങൾ ഉറപ്പുവരുത്തുക. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു.